ഇന്നത്തെ നമ്മുടെ ആദരണീയരായ വിശിഷ്ടാതിഥികളായ പത്മശ്രീ കൊല്ലക്കൽ ദേവകി അമ്മ, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ, ശ്രീമതി രേണു ശ്രീരഞ്ജ്, നമ്മുടെ മേയറായ നിജി ജസ്റ്റിൻ, ശ്രീ കെ സേതുരാമൻ IPS, ശ്രീ സി ശ്രീരഞ്ജ് MD and CEO വിശ്രാം ബിൽഡേഴ്സ്, ശ്രീ MD സോമശേഖർ പ്രസിഡന്റ് നാദബ്രഹ്മം ഫൗണ്ടേഷൻ, നാദബ്രഹ്മം ട്രസ്റ്റിമാരെ, കുടുംബാംഗങ്ങളെ, ഇന്നിവിടെ സന്നിഹിതരായ പ്രിയ സുഹൃത്തുക്കളെ, അന്താരാഷ്ട്ര മാതൃദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന മാതൃവന്ദനം മാതൃകാ ചിന്തനം എന്ന ഈ മഹത്തായ ചടങ്ങിൽ അധ്യക്ഷയായിരിക്കാനുള്ള അവസരം എനിക്ക് നൽകിയ നാദബ്രഹ്മം ഫൗണ്ടേഷനോടുള്ള എൻ്റെ സന്തോഷവും അഭിമാനവും രേഖപ്പെടുത്തുന്നു. നമുക്കേവർക്കും അറിയുന്നതുപോലെ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വിശുദ്ധവും അനിവാര്യവുമായ സാന്നിധ്യമാണ് അമ്മയുടേത്. കുടുംബത്തിൻ്റെ അടിത്തറയും സമൂഹത്തിൻ്റെ നെടുംതൂണുകളാണ് അമ്മമാർ. ഒരു മനുഷ്യൻ്റെ സ്വഭാവവും മൂല്യങ്ങളും രൂപപ്പെടുത്തുന്നതിൽ മാതൃത്വം വഹിക്കുന്ന പങ്ക് അതുല്യവുമാണ്. ഈ ഒരു മഹത്തായ ആശയത്തെ ആധുനിക സമൂഹ ഹൃദയങ്ങളിൽ അടയാളപ്പെടുത്തുന്നതിനായി നാദബ്രഹ്മം ഫൗണ്ടേഷൻ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഈ എളിയ പരിശ്രമത്തിന് നിങ്ങൾ നൽകിയ വലിയ പിന്തുണ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തായിരുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്നുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി സംഗീതാരാധനയിലൂടെ മനുഷ്യസ്നേഹവും സാമൂഹിക ഉത്തരവാദിത്വവും ഉയർത്തിപ്പിടിച്ച പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ ശ്രീ MD സോമശേഖർ മാസ്റ്ററുടെ ഭാവനാപൂർണമായ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം തൃശ്ശൂരിൻ്റെ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് തിളക്കമേറിയ മാതൃകയാണ്. സംഗീതത്തിലൂടെ സമാധാനം എന്ന മഹത്തായ ദൗത്യവുമായി മുന്നേറുന്ന നാദബ്രഹ്മം സംഗീതം എന്നത് ഒരു കലാരൂപം മാത്രമല്ല, മനുഷ്യനെ മനുഷ്യനോട് ചേർക്കുന്ന ദിവ്യമായ ശക്തിയാണ് എന്ന മഹത്തായ സന്ദേശമാണ് സമൂഹത്തിലേക്ക് പകരുന്നത്. ആ ശക്തിയുടെ തെളിവാണ് ഇന്നത്തെ ഈ വേദി. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് മാതൃതുല്യരായ പ്രതിഭകളെ ആദരിക്കുന്നതും അർഹരായ മാതാക്കൾക്ക് സ്നേഹവും ആദരവിനോടും ഒപ്പം ആരോഗ്യ ചികിത്സാ സഹായങ്ങൾ കൈമാറുന്നതാണ്. ഇത് ഒരു ആദരവിൻ്റെ പ്രകടനം മാത്രമല്ല, ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ്. ശക്തമായ പ്രഖ്യാപനമാണ് അതിൻ്റെ. അമ്മയെ മാത്രമല്ല, കുടുംബത്തിൻ്റെ നാഥനായ അച്ഛനെയും ഓർമ്മിപ്പിക്കുന്ന ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത സന്ധ്യ എന്ന തികച്ചും പുതുമയുള്ള ഒരാശയം ഈ മഹത്തായ ദിവസത്തെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുമെന്നതിൽ സംശയമില്ല. ഇത്തരം വേദികൾ സംഘടിപ്പിക്കപ്പെടേണ്ടത് സമൂഹത്തിന് ഒരു ലക്ഷ്യബോധം നൽകുന്നതിന് ആവശ്യമാണ്. മനുഷ്യബന്ധങ്ങളെ കൂടുതൽ ഉറപ്പിക്കുവാനും കാരുണ്യവും സഹകരണവും നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് നമ്മെ നയിക്കുവാനും അതിനു കഴിയുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഈ മഹത്തായ പരിപാടി വിജയകരമാകട്ടെ. ഇവിടെ നിന്നുയരുന്ന സന്ദേശം സമൂഹത്തിൻ്റെ എല്ലായിടങ്ങളിലേക്കും വ്യാപിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.